ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിപാടിയിലേക്ക് പോവാം. കാറൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ? പോയാ ഇനി ഇപ്പൊ കാണുന്നുണ്ട് സാർ. ആ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പഠിപ്പിക്കാൻ നോക്കിയത്. അപ്പം ഇന്നലെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്നൊന്നുകൂടെ നോക്കാം. മാത്രമൊന്നുമില്ല, നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ട അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. കംപ്രസർ കാണാം റൈറ്റ് സൈഡിൽ, പിന്നെ കണ്ടൻസർ കാണാം. ഇവിടെ കംപ്രസർ ഉണ്ട്, മുകളിൽ കണ്ടൻസർ, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എക്സ്പാൻഷൻ ഡിവൈസ്, ഏറ്റവും താഴത്ത് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ സാധനം എന്തെന്ന്, നമ്മളെ പാത്രത്തിൽ ചോറും കറിയെല്ലാം വെക്കുന്നത്, തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സ്ഥലം ഇവാപ്പറേറ്ററിലാണ്. ബാക്കിയെല്ലാം ഫ്രിഡ്ജിന്റെ പുറത്തുള്ള കമ്പോണൻസാണ്. എപ്പോഴും ഈ രീതിയിൽ തന്നെ വരച്ചു പഠിക്കുക. എപ്പോഴും റൈറ്റ് സൈഡിൽ കംപ്രസർ വരക്കുക, മുകളിൽ കണ്ടൻസർ വരക്കുക, ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഷൻ ഡിവൈസ്, ലാസ്റ്റ് ഇവാപ്പറേറ്റർ. ഈ രീതിയിൽ തന്നെ വരച്ചു പോവുക. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ സ്വിച്ച് ഇട്ട പാട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് കംപ്രസർ ആയിരിക്കും. അപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ടുള്ളത് കംപ്രസറിലാണ്. 1 2 പ്രോസസ്സ്. 1 2 പ്രോസസ്സ് വരുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആയിരിക്കും. കംപ്രസറിൻ്റെ അകത്ത് എപ്പോഴും കംപ്രഷൻ പ്രോസസ് ഉണ്ടാകുക. അതെന്തായിരിക്കും? ഐസെൻട്രോപിക് ആയിരിക്കും. കാരണം നമുക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റില്ല. കംപ്രസർ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂട്ടുന്ന പരിപാടിയാണ്. പിന്നെ ടെമ്പറേച്ചറും ഒന്നും കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റില്ല. കാരണം കംപ്രസർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചൂട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് അറിയുന്ന ഒരു പ്രോസസ്സാണ് ഐസെൻട്രോപിക്. അപ്പൊ ഐസെൻട്രോപിക് കംപ്രഷൻ ആയിരിക്കും നടക്കുക. ഐസെൻട്രോപിക് കംപ്രഷൻ്റെ അകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതേപടി ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. 2 പാരാമീറ്റേഴ്സിനും മാറ്റം വരും. അടുത്ത 2 നമ്മൾ 3 കടക്കുകയാണെങ്കിൽ, 3 കടക്കുക കണ്ടൻസറാണ്. 2 3 പോകുമ്പോൾ കണ്ടൻസറാണ്. കണ്ടൻസറിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ തണുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഗ്രില്ല് പോലത്തെ സാധനം ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള അവിടെ നമ്മൾ തണുപ്പിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് തണുപ്പിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോ ബാറിക് ആയിട്ടാണ്. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്, അതായത് കംപ്രസറിന്റെ അകത്ത് എത്രയാണോ പ്രഷറിൽ നമുക്ക് കിട്ടിയത്, ആ സെയിം പ്രഷറിലാണ് നമുക്ക് ഹീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റുക. റെഫ്രിജറന്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് റിജക്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക്. അപ്പൊ അവിടെ എന്താ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. P = കോൺസ്റ്റന്റും ടെമ്പറേച്ചർ എന്താവും, തണുപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. പിന്നെ നമ്മൾ വരികയാണ് 3 4 3 4 വരുന്ന സമയത്ത്, 3 4 വരുമ്പോൾ ഞാൻ ചുവപ്പ് കളറിൽ എഴുതിയിട്ടുണ്ട് ഐസെൻതാൽപിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സാധാരണ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയിരുന്നു. ഐസെൻട്രോപിക് കംപ്രഷനും ഐസെൻട്രോപിക് എക്സ്പാൻഷനും ആയിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ വലിയ എയറോപ്ലെയിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. വലിയ എയറോപ്ലെയിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ടർബൈനാണ്, പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട്. കംപ്രസറും ടർബൈനും ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഫ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് ടർബൈൻ ഒന്നും കൊണ്ടേ വെക്കാൻ പറ്റില്ല. ഒരു ചെറിയ ഡിവൈസ് അല്ലേ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് ത്രോട്ടിലിംഗ് ഡിവൈസ് എന്ന് പറയും. ത്രോട്ടിലിംഗ് ഡിവൈസ് എന്നാണ് അതിന്റെ പേര്, എക്സ്പാൻഷൻ പ്രോസസ് നടത്തുന്നത്. അല്ലെങ്കിൽ വേറൊരു പേര് എന്ന് വെച്ചാൽ കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാപ്പിലറി ട്യൂബ് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും. കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ ത്രോട്ടിലിംഗ് ഡിവൈസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ത്രോട്ടിലിംഗ് ഡിവൈസിലെ കാപ്പിലറി ട്യൂബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഐസെൻട്രോപിക് ആയിട്ടല്ല നടക്കുക, അവിടെ എന്തായിരിക്കും, ഐസെൻതാൽപിക് ആയിരിക്കും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടതാണ്. ഇവിടെ ഐസെൻതാൽപിക് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന, ഫ്രിഡ്ജ് ടർബൈൻ കൊണ്ടേ വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഒരു ചെറിയ കോമ്പാക്ട് ആയിട്ടുള്ള ഡിവൈസ് ആണ്. നമ്മൾ ഒരു റൂമിന്റെ ഏതെങ്കിലും മൂലക്ക് വെക്കുന്ന സാധനമാണ്. അവിടെ ടർബൈനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ത്രോട്ടിലിംഗ് ഡിവൈസിലെ കാപ്പിലറി ട്യൂബാണ് ഈ എക്സ്പാൻഷൻ പ്രോസസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ എന്താവും, കുറയാൻ തുടങ്ങും, ടെമ്പറേച്ചറും കുറയാൻ തുടങ്ങും. ബാക്കിയെല്ലാം പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്. പ്രഷറും കുറയും, ടെമ്പറേച്ചറും കുറയും. ലാസ്റ്റ് 4 1 ഇവിടെയാണ് നമ്മൾ തണുപ്പിക്കൽ. ഏത്, നമ്മളെ ഭക്ഷണ സാധനങ്ങൾ തണുപ്പിക്കുന്ന പരിപാടി. ഭക്ഷണ സാധനത്തിന്റെ അകത്ത് നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്ന പരിപാടി, റെഫ്രിജറന്റ്. അപ്പൊ തണുത്ത റെഫ്രിജറന്റ് 4 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഇവാപ്പറേറ്ററിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനത്തിന്റെ അകത്തുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യും.
എന്നിട്ട് ചൂടായിട്ടാണ് തിരിച്ച് ഒന്നിലേക്ക് വരിക. അപ്പൊ 4 ഒന്നിലേക്ക് എന്നുള്ള പ്രോസസ്സ് എപ്പോഴും ഐസോ ബാറിക് ആയിരിക്കും. ഹീറ്റ് അഡിഷൻ, അതിൻ്റെ അകത്ത് ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ഭക്ഷണ സാധനങ്ങളുടെ അകത്തുള്ള ഹീറ്റൊക്കെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ, റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലുള്ള സാധനത്തിന്റെ അകത്ത് നിന്ന് വലിച്ചെടുത്തിട്ട് ചൂട് ഇൻക്രീസ് ആകും. ഇതുവരെ ഓക്കെ അല്ല എല്ലാവർക്കും? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടേ പഠിക്കുന്നതാണ്, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ അവിടെ കേൾക്കില്ലേ? പോയാ ആരെങ്കിലും? അപ്പൊ ഫസ്റ്റ് മോഡ്യൂളില് സെക്കൻഡ് മോഡ്യൂളിലും ഇത്രയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആകെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ നടത്തിയത് ഐസെൻതാൽപിക് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസ് ത്രോട്ടിലിംഗ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സെക്കൻഡ് മോഡ്യൂളിൽ ഇത്ര വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അടുത്ത വ്യത്യാസം വരാൻ പോകുന്നത് നമ്മളെ TS ഡയഗ്രം മാത്രമല്ല നമ്മൾ വരക്കുക, PH ഡയഗ്രം കൂടി വരക്കും. അതാണ് അടുത്ത വ്യത്യാസം. അപ്പൊ ഞാൻ അടുത്ത വ്യത്യാസത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. TS ഡയഗ്രം മാത്രമല്ല PH ഡയഗ്രവും വരക്കും. ഏത് ഡയഗ്രം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഈ ഒരു മല കാണാൻ പറ്റും. ഈ രണ്ട് മലേന്റെയും വ്യത്യാസം എന്താന്ന് കാണുന്നില്ലേ? TS ഡയഗ്രത്തിൽ കാണുന്ന ഫസ്റ്റ് മല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമലായിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന മലയാണ്. ഇതാണ് സാച്ചുറേഷൻ കർവ് എന്ന് പറയുന്നത്. പക്ഷെ PH ഡയഗ്രത്തിന്റെ അകത്ത് നമ്മൾ കാണുന്ന മല ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഇങ്ങനെ ചെരിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്കാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ പതിപോലെ നമുക്കറിയാം, മലേന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ലിക്വിഡ് ആയിരിക്കും, നടുവിൽ എന്ന് വെച്ചാൽ ലിക്വിഡും ഉണ്ടാവും ഗ്യാഷ്യസും ഉണ്ടാവും, രണ്ടും കൂടിയുള്ള മിക്സ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ എപ്പോഴും ഗ്യാസ് ആയിരിക്കും. ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതെന്നും പറഞ്ഞ് പ്രശ്നമാക്കുമല്ല. അപ്പൊ ഞാൻ തൽക്കാലം എല്ലാത്തിനെയും കൂടി എടുത്ത് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താ ഉള്ളത്? മലേന്റെ ഉള്ളിലാണെങ്കിൽ ലിക്വിഡും ഗ്യാസും, റൈറ്റ് സൈഡിൽ ഗ്യാസ് മാത്രം. ഇത്രയും സാധനങ്ങളൊക്കെ ഓക്കെയാണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് എങ്ങനെയാ വരിക എന്ന് ഞാൻ മാർക്ക് ചെയ്തതാണ്. TS ഡയഗ്രത്തിന്റെ അകത്തുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് TS ഡയഗ്രത്തിനകത്തുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുന്ന മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് മലേന്റെ അടുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, എന്നിട്ട് പിന്നെ താഴത്തേക്ക്. അതേപോലെ തന്നെ വേറൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു വന്ന് മലേനടുക്ക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലേൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പിന്നെ നേരെ താഴത്തേക്ക് വരും. ഇതായിരുന്നു TS ഡയഗ്രത്തിൽ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് മാർക്ക് ചെയ്തത്. അതേസമയം PH ഡയഗ്രത്തിന്റെ അകത്ത് വരുന്ന കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? കാരണം നമ്മളെ Y ആക്സിസിന്റെ അകത്ത് പ്രഷർ തന്നെയാണുള്ളത്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് എങ്ങനെയായിരിക്കും പോവുക? ഇങ്ങനെ ആയിരിക്കില്ലേ പോവുക? അങ്ങനെ മലേന്റെ ഉള്ളിലോ മലേന്റെ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഒരു രീതിയിലാണ് പോവുക. പ്രഷർ അല്ലേ കോൺസ്റ്റന്റ്. അപ്പം Y ആക്സിസ് മാറാൻ പാടില്ലല്ലോ. ഇതൊരു 1 ബാർ ആണെന്ന് വിചാരിക്കും. 1 ബാർ ആണെങ്കിൽ 1 ബാർ എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോവുക. മലേന്റെ ഉള്ളിൽ പുറന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഇതൊരു 5 ബാർ ആണെന്ന് വിചാരിക്കും. 5 ബാർ ആണെങ്കിൽ 5 ബാറിന്റെ ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പോവുക. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. നമ്മൾ Y ആക്സിസിൽ പ്രഷർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് പോവുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മലേന്റെ ഈ തൊട്ട് ഇങ്ങനെയുള്ള ഒരു പോയിന്റിലാണ്, ഈ മലേന്റെ ഈ സൈഡ് കാണുന്ന ഏത് പോയിന്റിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്താലും അതിനെ പറയുന്ന പേരാണ് ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റ്. ഡ്രൈ ആയിരിക്കും അവിടെ ലിക്വിഡും അവിടെ എന്താ ഉണ്ടാവുക? എന്ത് സ്റ്റേറ്റ് ഉണ്ടാവുക? പക്ക വേപ്പർ ആയിട്ടുള്ള അല്ലെ ഗ്യാസ് സ്റ്റേറ്റ് ആയിരിക്കും ഈ മലേന്റെ തൊട്ട് എഡ്ജിൽ ഈ കാണുന്ന പോയിന്റ് ഒക്കെ. ഞാൻ ഇവിടെ നോട്ട് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ ചുവപ്പ് ലൈന് കാണുന്ന ഏത് ഭാഗത്ത് നമ്മൾ ഒരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലുള്ള സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ എന്ന്. കാരണം അതിനകത്ത് വെള്ളത്തിന്റെ ഒരു അംശം വരെ ഉണ്ടാവില്ല. ഡ്രൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇതിനെ പറയാം. മലേന്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തിന് ഏതൊരു പോയിന്റ് എടുത്താലും, മലേന്റെ ഉള്ളിൽ കാണുന്ന ഏതൊരു പോയിന്റ് എടുത്താലും തൽക്കാലം കളറ് മാറ്റിയെടുക്കാം. ഇതാ നല്ലത്. മലേന്റെ ഉള്ളില് തൽക്കാലം ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്യും. ഏത് പോയിന്റ് എടുത്താലും ഈ മലേന്റെ ഉള്ളിലുള്ള പോയിന്റിനെ പറയുന്ന പേരാണ് വെറ്റ് എന്ന് പറയും. കാരണം അവിടെ കുറച്ച് നനവ് ഉണ്ടാവും.
ലിക്വിഡും ഗ്യാസും കൂടി ഉള്ളതായതുകൊണ്ട് അവിടെ നമ്മൾ വെറ്റ് സ്റ്റേറ്റ് എന്നാ പറയാ. മലേന്റെ റൈറ്റ് സൈഡിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഡ്രൈ എന്നാ പറയാ. മലേന്റെ ഉള്ളിലുള്ള പോയിന്റിനെ വെറ്റ് എന്ന് പറയും. ഇനി മലേന്റെ പുറത്തുണ്ട് റൈറ്റ് സൈഡിൽ, ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും ഇതിനെ പറയുന്ന പേരാണ്, ഇതിന്റെ പേരാണ് സൂപ്പർ ഹീറ്റഡ് എന്ന് പറയും. അങ്ങനെ വല്ലാണ്ട് ചൂടായി, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ് മലേന്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഏത് പോയിന്റ് എടുത്താലും സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. മലേന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഏത് സൈഡ് എടുത്താലും അതിനെ ഡ്രൈ എന്ന് പറയും. മലേന്റെ ഉള്ളിലുള്ളത് ലിക്വിഡും ഗ്യാസും കൂടി ആയതുകൊണ്ട് അതിനെ വെറ്റ് എന്നാന്ന് പറയല്. ഇതൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചായിരിക്കും, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നേ ഉള്ളൂ, കാരണം നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. എങ്ങനെയാണ് TS ഡയഗ്രത്തിനകത്തും PH ഡയഗ്രത്തിനകത്തും നമ്മൾ ഈ ചിത്രം വരക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ നല്ല താഴത്തേക്ക് പോകണ്ട്. വീണ്ടും ഒരു TS ഡയഗ്രം ഒരു PH ഡയഗ്രം കാണാം. ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മല മാർക്ക് ചെയ്യാൻ പോകുന്നതാണ്. TS ഡയഗ്രത്തിലുള്ള മല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മലയാണ്. PH ഡയഗ്രത്തിൻ്റെ അകത്തുള്ള മല എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മലയാണ്. ഇതാണ് ആകെയുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രോസസ് എടുക്കുന്നത് കംപ്രസറിൻ്റെ അകത്ത്. അപ്പം എനിക്ക് എവിടെ വേണം, ഞാൻ ഇപ്പം തൽക്കാലം വെറുതെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇടിയാന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് എടുത്തു. മലേന്റെ പുറത്താണ് ഞാൻ PH ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് TS ഡയഗ്രത്തിന്റെ അകത്ത് ഞാൻ മലേന്റെ പുറത്ത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. 1 2 ഒരു സെക്കൻഡ് ക്ലാസ് ആയിരുന്നു പിന്നെ മക്കളെ പോയാ നെറ്റ് കട്ടായിട്ടില്ലല്ലോ? ഇതുവരെ പറഞ്ഞെല്ലാം കേട്ടിട്ടില്ലേ? ആ, അപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ രണ്ടും മലേന്റെ പുറത്തേക്ക് എടുത്തു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. PH ഡയഗ്രത്തിലായാലും TS ഡയഗ്രത്തിലായാലും ഞാൻ 1 എന്ന് പറഞ്ഞ പോയിന്റ് വെറുതെ എടുത്താന്നേ, നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അപ്പൊ ഞാൻ വെറുതെ ജനറൽ ആയിട്ട് ഒരു കേസ് എടുക്കുന്നേ ഉള്ളൂ. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് നമുക്കറിയാം എന്താണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്, കംപ്രസറിൽ ഇട്ട് പോകുന്നതാണ്. അപ്പൊ ഐസെൻട്രോപിക് ആണ്. TS ഡയഗ്രത്തിന്റെ അകത്ത് ഉത്തരം മുകളിലോട്ടേക്ക് പോകും 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ്. അത് ഞാൻ മാർക്ക് ചെയ്തു. കാരണം എന്താ, 1ലും 2ലും ആയിട്ട് എൻട്രോപ്പി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഒരു ഒറ്റ പോയിന്റ് തന്നെയാണ് ഉള്ളത്. അപ്പം 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് മാർക്ക് ചെയ്ത് ഐസെൻട്രോപിക് ആണ്. അതേ സാധനം ഞാൻ PH ഡയഗ്രത്തിലേക്ക് എടുക്കുന്നു. റൈറ്റ് സൈഡിൽ കാണുന്ന ഡയഗ്രാം ഞാൻ 1 നിന്ന് 2ലേക്ക് TS ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയാ പോകുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്റെ പേരെന്തായിരിക്കും? 1 നിന്ന് 2ലേക്ക് ഞാൻ ഇങ്ങനെ പോയി, കുത്തനെ മുകളിലോട്ടേക്ക് പോയി, TS ഡയഗ്രാം വരച്ച പോലെ തന്നെ. പക്ഷെ ഈ ഒരു പ്രോസസ്സിന്റെ പേര് അന്നേരത്തെ നമുക്ക് പറയാൻ പറ്റുക എന്താണ്, ഐസെൻതാൽപിക് എന്നാണ്. നമ്മൾ പഠിച്ച എന്താണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് എപ്പോഴും നടക്കുക. അതുകൊണ്ട് ഞാൻ അതിനെ മൊത്തം മാറ്റുകയാണ്. അപ്പൊ ഐസെൻട്രോപിക് പ്രോസസ്സ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഐസെൻട്രോപിക് പ്രോസസ്സ് എങ്ങനെയാ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നിന്ന് 2ലേക്ക് പോകണം, കുത്തനെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ചെരിച്ചു കൊടുത്തു, പ്രശ്നം തീർന്നു. ചെറുതായിട്ടൊന്ന് ചെരിച്ച്. ഇതാണ് 1 നിന്ന് 2ലേക്ക് പോയ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സ്. അപ്പൊ TS ഡയഗ്രത്തിനകത്തും PH ഡയഗ്രത്തിനകത്തും ഞാൻ ഒന്നാമത്തെ പ്രോസസ്സ് വരച്ചു കഴിഞ്ഞു. ഐസെൻട്രോപിക് പ്രോസസ്സ് ഞാൻ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കംപ്രസറിന്റെ അകത്തുള്ള പരിപാടി നമ്മളെ കഴിഞ്ഞു. കംപ്രസർ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വരുന്നത് കണ്ടൻസറാണ്. കംപ്രസർ വരച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തോളുക, കോൺസ്റ്റന്റ് പ്രഷർ ലൈന് മാർക്ക് ചെയ്തോളുക. TS ഡയഗ്രത്തിന്റെ അകത്ത് കംപ്രസറിന്റെ സ്റ്റാർട്ടിങ് വരുന്ന പ്രഷർ ഇങ്ങനെയായിരിക്കും. 1 നീളം വരെ ഒന്ന് മലേനടുക്ക് ടച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയി കുത്തനെ താഴത്തേക്ക് ഇറങ്ങി. 2ല് വേറെ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് 2ലെ പ്രഷർ ഞാൻ ഇങ്ങനെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് കൊണ്ടുവന്ന് മലേനടുക്ക് ടച്ച് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, താഴത്തേക്ക് വന്നു. ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. ഇതൊരു ബാറാന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു 5 ബാർ ഉണ്ടെന്ന് വിചാരിച്ചു. കംപ്രസറിന് നമ്മൾ ഒരു ബാറിലുള്ള ഇതിനെ റെഫ്രിജറന്റിനെ 5 ബാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം PH ഡയഗ്രത്തിന്റെ അകത്ത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വരിക അങ്ങനെയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ്
1 ബാർ. അതേപോലെ തന്നെ ഇവിടെ വരുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതാണ് 5 ബാർ. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ്, കാരണം ഇത് നമ്മൾ എക്സ് ആക്സിൽ കൊടുത്തിരിക്കുന്ന പേര് പി തന്നെയാണ്, പ്രഷർ തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മൾ 2 നിന്ന് 3ലേക്ക് പോകാൻ 2 നിന്ന് 3ലേക്ക് പോകാൻ പോകുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബാറിക് ആയിട്ട് ഹീറ്റ് റിജക്ട് ചെയ്യലാണ്. അപ്പൊ ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്താവണം, സെയിം പ്രഷറിലായിരിക്കണം വരേണ്ടത്. അപ്പൊ ഐസോബാറിക് ആയിട്ട് ഞാൻ ഇതേ 5 ബാറിന്റെ പ്രഷറിൽ തന്നെ വന്ന് മലേന്റെ അടുക്ക ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഇവിടെ എത്തി, ഞാൻ അവിടെ നിർത്തി. അതിന്റെ പേരാന്തത് 3. 2 നിന്ന് 3ലേക്ക് വന്ന പ്രോസസ്സ്. ഇൻ ബിറ്റ്വീൻ ഇവിടെ മലേനടുക്ക് ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ആ പോയിന്റിനെ 2 ഡാഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് 2 എന്ന് പറഞ്ഞ പോയിന്റ് ആദ്യം മലേനടുക്ക് ടച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇന്റർസെക്ഷൻ വരുന്നതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. 2 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് അതേ സാധനം ഇവിടെ നോക്കാം. 2 നിന്ന് 3ലേക്ക് പോവാം. ഐസോബാറിക് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഐസോബാറിക് ആയിട്ട് വരുന്ന സമയത്ത് ഈ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വന്ന് മലേന്റെ ഇപ്പുറ സൈഡ് ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പുറ സൈഡ് ടച്ച് ചെയ്തു. അതാണ് 3. ഈ വരുന്ന വഴിക്ക് മലയായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്തിന് ഞാൻ 2 ഡാഷ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സും സക്സസ്ഫുള്ളി മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ പ്രോസസ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാപ്പിലറി ട്യൂബ് അല്ലെ എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. അവിടെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ ത്രോട്ടിലിംഗ് വാൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഐസെൻതാൽപിക് ആണ് പ്രോസസ്സ്. അപ്പൊ ഐസെൻതാൽപിക് പ്രോസസ്സ് എങ്ങനെയാന്ന് നോക്കാം. 3 നിന്ന് 4ലേക്ക് വരക്കാൻ പോവാം. 3 നിന്ന് എനിക്ക് കുത്തനെ താഴത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന്റെ പേരാണെന്ന് 3 4ലേക്ക് ഞാൻ ഇങ്ങനെ വരച്ചതായിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ പേര് ശരിക്കും ഐസെൻട്രോപ്പിക്, കാരണം എൻട്രോപ്പി കോൺസ്റ്റന്റ് ടി എസ് ഡയഗ്രത്തിൽ. അപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ് അല്ല എനിക്ക് നടക്കേണ്ടത്, ഐസെൻതാൽപിക് ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് നടക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ 3 4ലേക്ക് കുത്തനെ താഴത്തേക്ക് വരക്കാണ്ട് ഒന്ന് ചെരിച്ചിട്ട് താഴത്തേക്ക് വരച്ചു കൊടുത്തു. പ്രശ്നം തീർന്നു. എൻതാൽപി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഞാൻ 3 നിന്ന് 4ലേക്കുള്ള പ്രോസസ്സ് ടി എസ് ഡയഗ്രത്തിൽ വരച്ചു. ഇനി നമുക്ക് പി എച്ച് ഡയഗ്രത്തിലേക്ക് പോവാം. അപ്പൊ സൂക്ഷിച്ചു നോക്കുക, എൻതാൽപി കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാ പോകേണ്ടത്, കുത്തനെ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ 4 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നോക്കിയേ 3ലും 4ലും ഒക്കെ എന്താണ് എൻതാൽപി സെയിം അല്ലേ, ഈ ഒരു പോയിന്റ് തന്നെയാണല്ലോ എൻതാൽപി. ഐസെൻതാൽപിക് പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് വരുന്ന ലാസ്റ്റ് പ്രോസസ്സാണ്, അതാണ് നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് വരുന്നത്. ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് എപ്പോഴും നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വലിച്ചെടുക്കലാണ്. അപ്പൊ ചൂട് വലിച്ചെടുക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. ചൂട് വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് 4 നിന്ന് 1ലേക്ക്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി ഐസോബാറിക് ആയിട്ടാണ് പോവുക, തിരിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടി. ഇൻ ബിറ്റ്വീൻ ഒരു ഇന്റർസെക്ഷൻ ഉള്ളതുകൊണ്ട് ഈ പോയിന്റ് ഞാൻ 1 ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം 1 ഇവിടെ അല്ല അവസാനിച്ചിട്ടുള്ളത്, 1 അവസാനിച്ചത് അപ്പർ സൈഡാണ്, റൈറ്റ് സൈഡിൽ. അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ എത്തുക 4 നിന്ന് 1ലേക്കുള്ള പ്രോസസ്സ് ഐസോബാറിക് ആയിട്ടാണ് നടക്കേണ്ടത്. അപ്പൊ ഐസോബാറിക് ആയിട്ട് ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ മാർക്ക് ചെയ്തു. മലേനടുക്ക് ഒരു ടച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ 1 ഡാഷ് എന്നുള്ള പേരിട്ട് കൊടുത്തു. കഴിഞ്ഞു. ഇതാണ് നമ്മളെ ടി എസ് ഡയഗ്രവും പി എച്ച് ഡയഗ്രവും. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള സാധനം ഇതാണ്. ടി എസ് ഡയഗ്രവും പി എച്ച് ഡയഗ്രവും കൂടി വരക്കാൻ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡയഗ്രാം വരക്കുന്നത് നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ റെഫ്രിജറേഷൻ ടേബിൾ ഒക്കെ വെച്ചിട്ടാണ് ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യാം. ഈ പി എച്ച് ഡയഗ്രത്തിന്റെ ഈ ടേബിൾ നമ്മളെല്ലാ ഡാറ്റ ബുക്കിൻ്റെ അകത്തും ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്തിടുകയേ വേണ്ടു. ഈ 1ൽ എത്രയാണോ എന്താൽപി വരുന്നത്, 2ൽ എത്രയാണോ എന്താൽപി വരുന്നത്, 3ൽ എത്രയാ, 4ൽ എത്രയാന്നൊക്കെ നോക്കിയിട്ട് ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ. ഇനിയുള്ള ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് നമുക്ക്. ആ പരിപാടിയാണ് വെറ്റ് ആൻഡ് ഡ്രൈ കംപ്രഷൻ എന്ന് പറയും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് നീങ്ങുന്നുണ്ട്, ഒന്ന് മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട്.
ഞാൻ ഒന്നുകൂടെ TS ഡയഗ്രവും PH ഡയഗ്രവും വരയ്ക്കുക. ഒന്നാമത് വരക്കുന്നത് TS, റൈറ്റ് സൈഡിൽ ഞാൻ വരക്കുന്നത് PH, PH ഡയഗ്രാം. എന്ത് വരച്ചാലും ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? TS ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു മലയും PH ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ റണ്ണിങ് ലെറ്ററിൽ H എഴുതിയ പോലെ ഒരു ചെരുവുള്ള ഒരു മലയായിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് സാധനങ്ങളും വരച്ചു. അപ്പൊ നമുക്ക് ഒന്നാമത് പഠിക്കേണ്ടത് സാധനമാണ് ഡ്രൈ കംപ്രഷൻ എന്താന്ന് നോക്കാം. ഡ്രൈ കംപ്രഷൻ ആണ് ഒന്നാമത് പഠിക്കുന്നത്. ഡ്രൈ കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷന്റെ മുമ്പ് ഈ സാധനം നമ്മളെ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുക ഡ്രൈ സ്റ്റേറ്റിലായിരിക്കും. അതായത് ഡ്രൈ ആയിട്ടുള്ള എയർ റെഫ്രിജറന്റിനെയാണ് നമ്മൾ കംപ്രസ് ചെയ്യാൻ പോകുന്നതെന്നാണ് അർത്ഥം. ഡ്രൈ കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇപ്പം ഡ്രൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എവിടെയാണ്? മലേന്റെ റൈറ്റ് സൈഡിലാണോ, ഇവിടെയാണോ, ഇവിടെയാണോ, ഇവിടെയാണോ? ഈ 3 പോയിന്റ് നമുക്ക് നോക്കേണ്ടത്. 1, 2, 3. ഈ 1, 2, 3 ഏത് സ്ഥലത്തിന് നമ്മൾ ഡ്രൈ എന്ന് പറയല്? 1 വെച്ചാടോ. 1 ലിക്വിഡ് പ്ലസ് ഗ്യാസ് ആണ്. 2 വെള്ളവും ഗ്യാസും ഉണ്ട്, അതുകൊണ്ട് അവിടെ നനവുണ്ടാവും. ഓക്കെ. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്യാസ് മാത്രമാണ്. 3 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ സൂപ്പർ ഹീറ്റഡ് എന്നാണ്. സൂപ്പർ ഹീറ്റഡ് എന്നാണ് 3 മലേന്റെ പുറത്തുള്ള കാര്യത്തിന് പറയാം. അതുകൊണ്ട് തന്നെ ഡ്രൈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കംപ്രഷന്റെ തൊട്ട് മുമ്പ് എന്തുണ്ടാവണം? ഡ്രൈ ആയിട്ടായിരിക്കണം നമുക്ക് റെഫ്രിജറന്റ് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് അത് വരച്ചു നോക്കാം. 1 എന്ന് പറഞ്ഞ പോയിന്റ് അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യണം. കാണിച്ചു തരാം. 1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇവിടുന്ന് വേണം തുടങ്ങാൻ. ഡ്രൈ കംപ്രഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. അപ്പം ഇതിന്റെ അകത്ത് എവിടെയായിരിക്കും 1 എന്ന് പറഞ്ഞ പോയിന്റ്? PH ഡയഗ്രത്തിന്റെ അകത്ത് 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു. ഡ്രൈ കംപ്രഷൻ ആണ്. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നേരത്തെ ചെയ്ത് തന്നെയാണ്. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഇപ്പൊ TS ഡയഗ്രത്തിന്റെ അകത്ത് കുത്തന മുകളിലോട്ടേക്ക് പോകണം 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ്. കാരണം എൻട്രോപ്പി സെയിം ആണ്. S ഇവിടെ സെയിം ആയിരിക്കും. അതേ സാധനം PH ഡയഗ്രത്തിന്റെ അകത്ത് എനിക്ക് കുത്തനെ മുകളിലോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എവിടെയുള്ളത്? മലേന്റെ പുറത്താണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എവിടത്തെ കൊടുക്കണം? മലേന്റെ പുറത്ത് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ മലേന്റെ പുറത്തേക്ക് എത്തിച്ചു, ചെരിച്ചിട്ട് കൊണ്ടുവന്നു. ഇതാണ് എന്തെന്ന്? ഐസെൻട്രോപിക് പ്രോസസ്സ്. 1 നിന്ന് 2ലേക്കുള്ള കംപ്രസറിന്റെ അകത്തുള്ള പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കംപ്രസറിന്റെ പ്രോസസ്സ് മാർക്ക് ചെയ്ത അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തോളാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഇങ്ങനെ വന്ന് ചെരിഞ്ഞു വന്ന് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വന്ന് ഇത്ര താഴത്തേക്ക്. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു വന്നു മലയിനടുക്ക് ടച്ച് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനായി, പിന്നെ താഴത്തേക്ക്. ഇതാണ് TS ഡയഗ്രത്തിന്റെ അകത്തുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. PH ഡയഗ്രത്തിന്റെ അകത്തുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവാം. അയ്യോ, 2 എന്ന് പറഞ്ഞ പോയിന്റിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇവിടത്തേക്ക് എടുക്കാം. അപ്പൊ നമ്മളെ 2 എന്ന് പറഞ്ഞ പോയിന്റ് ആയി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് കഴിഞ്ഞു. 2 നിന്ന് 3ലേക്ക് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? ഐസോബാറിക് ആയിട്ട് ഹീറ്റ് റിജക്ട് ചെയ്യാം അന്തരീക്ഷത്തിലേക്ക്. അപ്പൊ ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ എത്തി. ഇങ്ങനെയാണ് ഞാൻ 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളത്. മലേന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ടച്ചിങ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ 2 ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് കൊടുത്തു. അത് നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന പേരാണ് 2 ഡാഷ് എന്ന് പറഞ്ഞിട്ട്. അതേ സാധനം ഇവിടത്തേക്ക് പോവാം. 2 നിന്ന് 3ലേക്ക് പോവാണ്. ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് വന്ന് മലേന്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് ടച്ച് ചെയ്ത് അവിടെ നിന്നു. അതാണ് 3 എന്ന് പറഞ്ഞ പോയിന്റ്. ഇൻ ബിറ്റ്വീൻ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ 2 ഡാഷ് എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഇവിടെയും ഓക്കെ ആണ്. അടുത്ത നമുക്ക് നോക്കാം അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അടുത്ത വരുന്നത് എന്താണ്? ത്രോട്ട്ലിംഗ് ഡിവൈസ് ആണ്. അവിടെ നടക്കുന്ന ഐസെൻതാൽപിക് പ്രോസസ് ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പൊ നമ്മൾ കുത്തനെ താഴത്തേക്ക് ഇറക്കാൻ പറ്റില്ല TS ഡയഗ്രത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കണം? ഒരു ചെരുവിൽ വേണം താഴത്തേക്ക് ഇറക്കാൻ. ഇപ്പൊ 3 നിന്ന് 4ലേക്കുള്ള പ്രോസസ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഐസെൻതാൽപിക് പ്രോസസ്സ് TS ഡയഗ്രത്തിൽ കഴിഞ്ഞു. ഇനി അതേ സാധനം PH ഡയഗ്രത്തിൽ വരുമ്പോൾ എന്താ? എൻതാൽപി കോൺസ്റ്റന്റ് ആക്കുക എന്ന് വെച്ചാൽ കുത്തനെ താഴത്തേക്ക് ഇറങ്ങുക. കാരണം എക്സ് ആക്സിസിലാണ് എന്തുള്ളത്? എൻതാൽപി എന്ന് പറഞ്ഞ വാക്കുള്ളത്. എക്സ് ആക്സിലാണ് നമ്മൾ H മാർക്ക് ചെയ്തിട്ടുള്ള എൻതാൽപി.
ഇവിടെ നമ്മൾ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ എന്തോന്ന് എൻതാൽപ്പി സെയിം ആണ്. അങ്ങനെ ഐസെൻതാൽപിക് പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ലാസ്റ്റ് വരുന്ന പ്രോസസ്സാണ് എന്ത്? ലാസ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നടക്കുന്നത്, ഹീറ്റ് അഡിഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു 4-ന്ന് 1-ലേക്ക്. ഇവിടെ നിന്ന് ഞാൻ 4-ന്ന് 1-ലേക്ക് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളെ ഡ്രൈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഡ്രൈ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. 1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് കംപ്രഷന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ മലേന്റെ തൊട്ട് മുകളിൽ വേണം തുടങ്ങാൻ. ഇതാണ് ഡ്രൈ കംപ്രഷനിൽ വരുന്നത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ എപ്പോഴും കംപ്രസർ വെക്കണം. അതിന്റെ മെയിൻ റീസൺ ഇതാണ്. കാരണം റൈറ്റ് സൈഡിൽ കംപ്രസർ വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ ഫിഗറിൽ നോക്കിയാലും അറിയാം റൈറ്റ് സൈഡിൽ തന്നെ എന്തുള്ളത് കംപ്രസറിന്റെ പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. കംപ്രസറിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സുഖമായി, നമുക്ക് ഒറ്റ നോട്ടത്തിലെ സംഭവം മനസ്സിലാവും. ഇവിടെ നിന്ന് നമുക്ക് ഇനി മുകളിൽ എപ്പോഴും കണ്ടൻസർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിന്റെ മോൾ ഭാഗത്ത് തന്നെ എന്തുള്ളത് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ ഈ എക്സ്പാൻഷൻ ഡിവൈസ് മാർക്ക് ചെയ്യാൻ. അതും ഇവിടെ കാണാം. എക്സ്പാൻഷൻ ഡിവൈസിന്റെ ഗ്രാഫിൽ വരുന്ന എക്സ്പാൻഷൻ ഡിവൈസിന്റെ പ്രോസസ്സും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഏറ്റവും അടിയിൽ വേണം ഇവാപ്പറേറ്റർ വെക്കാൻ. ഇവാപ്പറേറ്റർ നിങ്ങൾക്ക് കണ്ടല്ലോ അറിയാം, ഇവാപ്പറേറ്റർ ഇവിടെ തന്നെയുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആ ഫിഗർ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ വരക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഫിഗറിലേക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇതാ നമ്മളെ ചിത്രം. ഇതാ കംപ്രസർ റൈറ്റ് സൈഡിലുണ്ട്, 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ്സ്. അതേപോലെ തന്നെ 2-ന്ന് 3 കണ്ടൻസർ അത് മോൾ ഭാഗത്ത് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഡിവൈസ് അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ഇവാപ്പറേറ്റർ അത് ഏറ്റവും താഴത്തുണ്ട്. ഇതന്നെയല്ലേ നമുക്ക് ഗ്രാഫിലും കിട്ടിയത്. ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വരച്ച് ശീലിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും pH ഡയഗ്രം എടുക്കുന്നത് തൽക്കാലം. റൈറ്റ് സൈഡിൽ കംപ്രസർ, മുകളിൽ കണ്ടൻസർ, ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഷൻ ഡിവൈസ്, ഏറ്റവും ബോട്ടത്തിൽ ഇവാപ്പറേറ്റർ. അപ്പോൾ ഓക്കെ ആണേ. അപ്പോൾ ഡ്രൈ കംപ്രഷൻ എന്ന് പറഞ്ഞ പരിപാടി നമ്മളെ കഴിഞ്ഞു. ഇനി വെറ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വെറ്റ് കംപ്രഷന്റെ ഗ്രാഫ് നോക്കാം. അപ്പോൾ അതിനെ ഞാൻ ഒഴിവാക്കി. വെറ്റ് കംപ്രഷനിൽ ഞാൻ വീണ്ടും TS ഡയഗ്രം വരച്ചു. ഇതാണ് നമ്മൾ TS ഡയഗ്രം. റൈറ്റ് സൈഡിൽ ഞാൻ pH ഡയഗ്രം വരക്കുന്നുണ്ട്. pH ഡയഗ്രം വരച്ചു. ഇത് രണ്ടും വരച്ച് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഒരു മലയുണ്ട് എന്നാണ്. മല ഞാൻ വരച്ചു. ഇനി നമുക്ക് നമ്മളെ പ്രോസസ്സിലേക്ക് കടക്കാം. 1 എന്ന് പറഞ്ഞ പോയിന്റ് വെറ്റ് കംപ്രഷൻ നമ്മൾ പഠിക്കാൻ വന്നത്. വെറ്റ് കംപ്രഷൻ ആണ്. വെറ്റ് എന്ന് പറഞ്ഞ റേഞ്ച് എവിടെയാണുള്ളത്? മലേന്റെ ഉള്ളിലാണോ പുറത്താണോ അല്ലെ മലേന്റെ തൊട്ട് മുകളിലാണോ? ഈ പോയിന്റ് ആണോ ഈ പോയിന്റ് ആണോ വെറ്റ്? ഉള്ളിൽ, മലേന്റെ ഉള്ളിലാണ് നമുക്ക് വെറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുക. കാരണം അവിടെയാണ് ലിക്വിഡും ഗ്യാസും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പോയിന്റ് മലേന്റെ ഉള്ളിലെടുത്തു, പ്രശ്നം തീർന്നു. ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പൊ റൈറ്റ് സൈഡിൽ pH ഡയഗ്രത്തിന്റെ അകത്ത് ഞാൻ മലേന്റെ ഉള്ളിൽ വേണം ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യാൻ. വെറ്റ് കംപ്രഷൻ ആണ്. ഇനി 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ്സ് ഐസെൻട്രോപിക് കംപ്രഷൻ. TS ഡയഗ്രാം എൻട്രോപ്പി സെയിം ആക്കണം. കുത്തനെ മുകളിലോട്ടേക്ക് പൊന്തിച്ചു. ഞാൻ മലേന്റെ മുകളിൽ അവിടെ നിർത്തി. എവിടെ വേണമെങ്കിലും നിർത്താം. ക്വസ്റ്റ്യനിൽ തരും എവിടെയാ നിർത്തേണ്ടതെന്ന്. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണോ ഡ്രൈ സ്റ്റേറ്റിലാണോ എന്നൊക്കെ തരും. ഞാൻ ഇപ്പം ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1-ന്ന് 2-ലേക്കുള്ള pH ഡയഗ്രത്തിന്റെ അകത്തുള്ള പ്രോസസ് എങ്ങനെ വരും? ചെരിഞ്ഞിട്ട് വരും. ചെരിഞ്ഞിട്ട് വന്നിട്ട് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വന്ന് നിന്നു. ഈ 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ് വരച്ചാൽ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ വരക്കേണ്ട സാധനമാണ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്. അപ്പൊ TS ഡയഗ്രത്തിന്റെ അകത്ത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വരെ ഇങ്ങനെ വന്ന് മലയിൽ ടച്ച് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക്. അതുപോലെ തന്നെ 2 എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്ന് വെച്ചാൽ ചെരിഞ്ഞു വന്നു, മലയിൽ ടച്ച് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനായി താഴത്തേക്ക്. pH ഡയഗ്രത്തിന്റെ അകത്തുള്ള pH ഡയഗ്രത്തിന്റെ അകത്തുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. കാരണം y ആക്സിസിൽ നമ്മൾ പ്രഷർ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പോകും. ഇനി പതിവ് പോലെ തന്നെ
രണ്ടിന്ന് മൂന്നിലേക്കുള്ള പ്രോസസ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിന്ന് ഐസോബാറിക് ആയിട്ട്, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് കൊണ്ടുവരിക. രണ്ടിന്ന് മൂന്നിലേക്കുള്ള പ്രോസസ്സ് മാർക്ക് ചെയ്തു. ഇവിടെ നോക്കുക, രണ്ടിന്ന് മൂന്നിലേക്ക് ഐസോബാറിക് ആയിട്ട് മൂന്നിലെത്തി. മൂന്നിന് നാലിലേക്ക് ഐസൻ താൽപ്പിക്കാണ്. എന്താൽപ്പിയാണ് അവിടെ കോൺസ്റ്റന്റ് ആകേണ്ടത്. അതുകൊണ്ട് തന്നെ ടി എസ് ഡയഗ്രാം വരക്കുമ്പോൾ ഒന്ന് ചെരിച്ചിട്ട് വരക്കുക, കുറച്ച് ചെരിച്ചു കൊടുത്ത്. ഞാൻ മൂന്നും നാലിലേക്കുള്ള പ്രോസസ്സ് എത്തിയിട്ടുള്ളത്. ഇവിടെ പി എച്ച് ഡയഗ്രത്തിന്റെ അകത്ത് എന്താൽപ്പി തന്നെ എക്സാക്സിലുള്ളത്, അതുകൊണ്ട് കുത്തനെ താഴത്തേക്ക് മൂന്നിന്ന് നാലിലേക്ക് അതും വരച്ചു. ഇനി ലാസ്റ്റ് ഉള്ള പ്രോസസ്സ് നാലിന്ന് ഒന്നിലേക്കുള്ള പ്രോസസ്സ്, നാലിന്ന് ഒന്നിലേക്ക് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാഷ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡാഷ് ഇല്ല, എല്ലാം മലേൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രോസസ്സാണ്, അതുകൊണ്ട് അവിടെ ഡാഷ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് എവിടെ പോയിക്കോളുക, നാലിന്ന് ഒന്നിലേക്ക് പോയിക്കോളുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഈ പ്രോസസ്സിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ക്യൂ അബ്സോർബ്ഡ് ഇവിടുന്ന് കിട്ടും. ഗ്രാഫിൽ നിങ്ങൾ ഡാറ്റ ബുക്കിനകത്ത് ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റിന്റെ വാല്യൂസ് കിട്ടും. ഈ H4ഉം H1ഉം കിട്ടും. നമ്മൾ ആ ഡയറക്റ്റ് ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ M×H4 - H1 ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ അബ്സോർബ്ഡ് കിട്ടും. ഇതാണ് ക്യൂ അബ്സോർബ്ഡ്. ഇനി ക്യൂ റിജക്റ്റഡ് നിങ്ങൾക്ക് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, രണ്ടിന്ന് മൂന്നിലേക്കുള്ള പ്രോസസ്സ് അന്തരീക്ഷത്തിലേക്ക് ക്യൂ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ക്യൂ റിജക്റ്റഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഒന്നുമില്ല, M× മാസ് ഇൻറ്റു H2 - H3 എടുക്കുക, കഴിഞ്ഞു. രണ്ടിന്ന് മൂന്നിലേക്കുള്ള പ്രോസസ്സിന്റെ എന്താൽപ്പി ഡിഫറൻസ്. ഇനി നിങ്ങൾക്ക് കംപ്രസറിന്റെ വർക്ക് ഡണ്ണാന്ന് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നിന്ന് രണ്ടിലേക്കാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്, അവിടെയും സെയിം ഇക്വേഷനാണ്. M×H2 - H1 രണ്ടിലുള്ളിയും ഒന്നിലുള്ളിയും എന്താൽപ്പി ഡിഫറൻസ് എടുക്കുക, ഇതാണ് വർക്ക് ഡൺ, കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഫുൾ സിമ്പിൾ പരിപാടികളാണ്. ഡയറക്റ്റ് ഗ്രാഫ് വരക്കുക, ഓരോ പോയിന്റ് എടുത്ത് എഴുതുക, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താൽപ്പി എടുത്ത് എഴുതുക. മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കിട്ടും. സിമ്പിളാണ്, വെറുതെ മാർക്ക് കളയരുത്. ഈ ഗ്രാഫ് വരക്കാൻ വേണ്ടി പഠിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ തലങ്ങും വിലങ്ങും അറിഞ്ഞും പുറഞ്ഞും ഗ്രാഫ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രാഫ് തെറ്റാണ്ട് വരക്കുക, നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ തീരും. ഡയറക്റ്റ് പിന്നെ ഗ്രാഫ് നമ്മൾ ഓക്കെ ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എന്താൽപ്പി നമുക്ക് ആ ഗ്രാഫിന്റെ അകത്ത് നിന്ന് പ്ലോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, എത്ര എന്താൽപ്പി വരുന്നതെന്ന്. ആ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡാറ്റ ബുക്ക് ഉണ്ട്, ഞാൻ തൽക്കാലം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ കണ്ണൂരൊക്കെ അന്വേഷിച്ചു ഇന്നലെ പോയിട്ട്, അപ്പൊ അവരോടൊക്കെ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഒന്നിക്കൽ നിങ്ങളെ സീനിയേഴ്സിന് അടിക്കുണ്ടാവും, എല്ലാ അടിക്കും ഉണ്ടാവും. അവരടിക്കുന്ന മേടിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചു വെക്കുക. കാരണം ഒരു സീനിയേഴ്സിൽ കുറെ ആൾക്കാർ പാസ്സായതാണ്, അവർക്ക് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നിങ്ങളെ സീനിയേഴ്സിന് അടിക്കുന്നത് മേടിക്കാൻ പറ്റുമെങ്കിൽ ചെറിയ പൈസക്ക് അങ്ങനെ മേടിക്കുക. ഞാൻ കണ്ണൂർ നോക്കി, അതിലെ ബുക്സിൽ നോക്കി ഇന്നലെ പോയിട്ട്, അപ്പൊ അവിടെ കണ്ടിട്ടില്ല. അവിടെ പറഞ്ഞ് വരുത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് സാധനം കിട്ടാത്തത്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഗ്രാഫ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് PH ഡയഗ്രാം നമ്മളെ മെയിൻ, ഇതാണ് നമ്മൾ വരക്കുക. മെയിനായിട്ട് വരക്കുന്ന ഡയഗ്രാം PH ഡയഗ്രാം ആയിരിക്കും, TS ഡയഗ്രാം അല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MCP∆T അല്ല, അതിന് പകരം M×H എന്തെങ്കിലും ഒരു സാധനം -H അടുത്ത എന്തെങ്കിലും സാധനം. ഓക്കെ, എന്താൽപ്പി ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്യൂ അല്ലെ വർക്ക് ഡൺ എല്ലാം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ്. മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്താണ്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ടർബൈൻ വെച്ചിട്ടല്ല, ത്രോട്ടിലിംഗ് ഡിവൈസ് ആണ്, അല്ലെ കാപ്പിലറി ട്യൂബ് ആണ്. ത്രോട്ടിലിംഗ് ഡിവൈസ് ആണ്, അല്ലെ കാപ്പിലറി ട്യൂബ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ഐസെൻതാൽപിക് ആയിട്ടാണ് നടക്കുക, എന്താൽപി കോൺസ്റ്റന്റ്. ഈ മൂന്ന് ഡിഫറൻസ് മാത്രം ഓർത്ത് വെക്കുക. ഇതാണ് നമ്മളെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ അകത്ത്. പിന്നെ ഇപ്പം പറഞ്ഞ വെറ്റ് കംപ്രഷനും ഡ്രൈ കംപ്രഷനും
അതോ അത് ക്വസ്റ്റ്യനിലാണ് തരിക. നിങ്ങൾക്ക് ഡയറക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെറ്റ് കംപ്രഷൻ ആൻഡ് ഡ്രൈ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഡിഫറൻസ് ഒന്നുമില്ല. ഇതാണ് നമ്മളിപ്പം വരച്ച ഗ്രാഫും വരച്ചിട്ട് കാണിച്ചു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മളെ കംപ്രസറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വെറ്റിലായിരിക്കും തുടങ്ങുക. അപ്പം അതിന്റെ TS ഡയഗ്രം ഇങ്ങനെയാ വരിക, PH ഡയഗ്രം ഇങ്ങനെയാ വരിക. അതേപോലെ തന്നെ വെറ്റ് കംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ചു കൊടുക്കുക, സംഭവം തീർന്നു. ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച ഒരൊറ്റ പോയിന്റും കൂടി ഉണ്ട്. ആ പോയിന്റ് ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് ഒന്നും പറയില്ല. അതൊരു ഗ്രാഫും കൂടി ഉണ്ട്. സൂപ്പർ ഹീറ്റിങ്ങും എൻ്റെ പേരെങ്ങനെയാ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറഞ്ഞുതരാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനവും സബ് കൂളിംഗ് എന്ന് പറഞ്ഞ സാധനം. സബ് കൂളിംഗ് കേട്ടിട്ടുണ്ടാവും, സൂപ്പർ ഹീറ്റിങ്ങും സബ് കൂളിങ്ങും വാക്ക് കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ഗ്രാഫിൽ എങ്ങനെ വരക്കുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇതിന് ഹീറ്റ് കിട്ടുന്നത്? കംപ്രസറിന്റെ അകത്തു നിന്നാണ് മെയിൻ ആയിട്ടുള്ള ചൂട് വരുന്നത്. അപ്പം കംപ്രസറിന്റെ അകത്തു നിന്നാണ് സൂപ്പർ ഹീറ്റിംഗ് നടക്കുക. അതേപോലെ തന്നെ സബ് കൂളിംഗ് നടക്കുക. എവിടെ നിന്നാണ് തണുപ്പിക്കുന്നത്? കണ്ടൻസറിൽ നിന്നാണ് തണുപ്പിക്കുന്നത്. അതുകൊണ്ട് സബ് കൂളിംഗ് എപ്പോഴും നടക്കുക കണ്ടൻസറിലായിരിക്കും. ഇത് രണ്ടും എന്താന്നുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയിൽ നമുക്ക് അറ്റൻഡൻസിലേക്ക് നടക്കാം. 12:50 വരെയല്ലേ ക്ലാസ്? നല്ല അറ്റൻഡൻസിലേക്ക് പോവാം. ഫസ്റ്റ് മോഡലിലെ നോട്ട്സ് ഉണ്ടോ അപ്ലോഡ് ചെയ്തതിന്? വരും പഠിക്കണ്ട, ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.